ഹലോ. അപ്പം ഇന്ന് ഈ ബാഗും പൊക്കി പിടിച്ച് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയ കുട്ടിയുടെ റിസപ്ഷനാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ ബ്രൈഡ് ടു ബി ആയിരുന്നു, ഇന്ന് അവളുടെ വെഡ്ഡിങ് റിസപ്ഷനാണ്, തലേ ദിവസത്തെ റിസപ്ഷനാണ്. അപ്പോൾ അതിനാണ് ഞാൻ കെട്ടി ഒരുങ്ങി പോകുന്നത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ബ്രൈഡൽ ബാഗ്. ഇത് കൂടാഞ്ഞിട്ട് ഒരു റിംഗ് ലൈറ്റും സ്റ്റാൻഡും ചിലപ്പോൾ ഒരു ബാഗും കൂടി കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പാടിലാണ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈസിയാണെന്ന്, പക്ഷേ അല്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ അതുപോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കുറേയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ആസ് യൂഷ്വൽ ഞാൻ ഊബറിനാണ് കേട്ടോ പോകുന്നത്. ഇത്രയും ലഗേജ് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 2 കുട്ടിപ്പട്ടാളങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡ് ടു ബി കാലിൽ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡ്, ഐശ്വര്യ എന്നാണ് കേട്ടോ പേര്. ഞാൻ ഇന്നലെ പേര് പറയാൻ പറ്റും, പക്ഷേ ഇവിടെ അവിടെ എല്ലാവരും വിളിക്കുന്നത് കുക്കു എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളിത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ് പറയുന്നത്. സിമ്പിളായിട്ട് മതി, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചധികം ഡിലേ ആയിട്ടാണ് തുടങ്ങിയത്. 1:30 മണിയായി തുടങ്ങി. 3 മണിയാകുമ്പോൾ കഴിയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് 3 മണിക്ക് തന്നെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എൻ്റെ എല്ലാ വർക്കും ഡിലേ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് എല്ലാം ഞാൻ കറക്റ്റ് ടൈമിന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തത്. എന്നാലും ഒത്തിരി സിമ്പിളാക്കിയില്ല, കാരണം റിസപ്ഷൻ ആണല്ലോ, അവളുടെ ദിവസമാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയറൊക്കെ കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. പിന്നെ അവളുടെ ഓർണമെൻറ്റ്സ് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? അവളുടെ ഡ്രസ്സ് ഫുൾ ഒരു റാണി പിങ്ക് ടൈപ്പ് കളറായിരുന്നു. പക്ഷേ അവൾ സെലക്ട് ചെയ്ത ഓർണമെൻറ്റ്സ് എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഗ്രീൻ കളറായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ലുക്കിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു. സെയിം കളർ എടുത്തിരുന്നെങ്കിൽ ഇത്രയും എൻഹാൻസ് ചെയ്യില്ലായിരുന്നു. നിങ്ങളൊരു ബ്രൈഡ് ടു ബി ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും ബ്രൈഡ് ആവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കുക, വർക്കൗട്ട് ആവും. എല്ലാം കഴിഞ്ഞ് അവളുടെ അമ്മ വന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഫൈനൽ ലുക്ക് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും. പക്ഷേ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചടപടയെന്ന് റെഡിയായി. കാരണം എനിക്കും അറ്റൻഡ് ചെയ്യണമല്ലോ, നമുക്ക് ഡാൻസ് ഒക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പെട്ടെന്ന് റെഡിയായി. ഇന്നെങ്കിലും ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ആസ് യൂഷ്വൽ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി വേഗം. ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങളൊരു ലൈമൊക്കെ കുടിച്ചതിന് ശേഷം ഡാൻസ് പ്രോഗ്രാമൊക്കെ തുടങ്ങി. 8:30 മണിയൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഡാൻസൊക്കെ അടിച്ച് പൊളിച്ചു ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആവതൊന്നും ഇല്ലായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും തന്നെ ചത്തായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 8:30-9 മണിയായി ഇറങ്ങിയപ്പോൾ തന്നെ. പിന്നെ പിറ്റേ ദിവസം വർക്കുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കല്യാണ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.